കുറച്ച് കഴിഞ്ഞപ്പം റോഡൊന്നും കാണാനില്ല. ചുറ്റുമാണേലും ഫുള്ളും ആൾ താമസമില്ല. ഫോണിൽ നോക്കിയപ്പോൾ റേഞ്ചും പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഭയന്നു. ഇയാൾ വണ്ടി സ്ഥലത്ത് വെച്ച് നിർത്തി. എന്താ ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നീട് എനിക്കെന്ന് പറഞ്ഞാൽ ഫോണ് കിട്ടണം, ഇയാളുടെ അടുത്ത് നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമാണ് എൻ്റെ ചിന്ത. ആ ടൈമിൽ ഞാൻ അയാളുടെ കൈത്ത് ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് ഞാനും അവനും വണ്ടി കൺട്രോൾ വിട്ട് നിലത്ത് വീഴുകയും ഞങ്ങൾ തമ്മിൽ ഉന്തും തല്ലുമായി. അവൻ എന്നെ കുറേ തല്ലി, കല്ലൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് എനിക്ക് അവൻ്റെ പോക്കറ്റിന് ഫോൺ എടുക്കാൻ വേണ്ടി ശ്രമത്തിലായിരുന്നു ഞാൻ. ഹായ്, എൻ്റെ പേര് അബിൻ ബാബു. എൻ്റെ വീട് വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഞാനിപ്പം +2 പഠിക്കുന്നത്. 2024-25 വർഷങ്ങളിൽ ഞാനൊരു യാത്ര നടത്തി. ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളും നേപ്പാളും ഭൂട്ടാനും എന്ന രാജ്യങ്ങളുടെ ഒരു യാത്ര. ഞാൻ ഈ പോയ സ്ഥലങ്ങളുടെ കുറിച്ചുള്ള ഒരു ട്രാവൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. യാത്ര ചെയ്യുക എന്നത് എനിക്ക് ചെറുപ്പം തൊട്ടുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അതിൻ്റെ സാഹചര്യം എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ 9ാം ക്ലാസ് കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ പപ്പയ്ക്ക് പെട്ടെന്ന് വയ്യാതെയായി. അപ്പോൾ ബാംഗ്ലൂരിലായിരുന്നു ചികിത്സയ്ക്ക് പോകേണ്ടി വന്നത്. ഞാനും ബാംഗ്ലൂർ സിറ്റി കാണാൻ വേണ്ടിയൊക്കെ ഞാനും പപ്പയുടെ ഒപ്പം കൂടെ പോയി. ബാംഗ്ലൂർ സിറ്റി കാണാൻ പോയപ്പോൾ പക്ഷേ അവിടെ എൻ്റെ ഒപ്പം വരാനോ അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാനോ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി കാണാമെന്ന് വിചാരിച്ചു. ബാംഗ്ലൂരിലെ ബ്രിഗേഡ് റോഡും പിന്നെ ചർച്ച് സ്ട്രീറ്റും അതുപോലെ തന്നെ ബന്നാർഘട്ട നാഷണൽ പാർക്കൊക്കെ ഞാൻ ഒറ്റയ്ക്ക് കണ്ട് തിരിച്ച് വീട്ടിൽ തന്നെ എത്തി കഴിഞ്ഞപ്പം പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഒരു അതിശയം. ഭാഷ പോലും അറിയാതെ 9ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഇതൊക്കെ ഒറ്റയ്ക്ക് കണ്ടു കറങ്ങി വന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ പിന്നീട് അവർക്കും വിശ്വാസമായി, എനിക്കും വിശ്വാസമായി. ഞാൻ ഒറ്റയ്ക്ക് എവിടെ പോയാലും തിരിച്ചിവിടെ തന്നെ എത്തുമെന്ന്. അവിടെ നിന്നായിരുന്നു എൻ്റെ യാത്ര തുടങ്ങുന്നത്. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ചെറുതായിട്ടൊക്കെ സൗത്ത് ഇന്ത്യ കണ്ടു കറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും 10ാം ക്ലാസ് കഴിഞ്ഞ 2 മാസം അവധി ഗ്യാപ്പിൽ ഒരു 50 ദിവസത്തേക്ക് 9 സംസ്ഥാനങ്ങളിലൂടെ ഞാനൊരു യാത്ര പോയി. ആ യാത്ര എനിക്ക് നല്ലതും മോശമായ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും മോശമായ അനുഭവം എന്ന് പറയുന്നത് രാജസ്ഥാനിൽ വെച്ച് ഒരാൾ എന്നെ കൊല്ലാൻ നോക്കിയതായിരുന്നു. രാജസ്ഥാനിൽ ഞാൻ ഉദയ്പൂരിൽ നിന്ന് ജോധ്പൂർ പോകുന്ന വഴിക്കായിരുന്നു എനിക്ക് ഇൻസിഡൻറ്റ് ഉണ്ടായത്. ഞാൻ ലിഫ്റ്റ് അടിക്കാനുള്ള പ്ലാനിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഒരു ബൈക്കുകാരൻ വരുന്ന കണ്ടു. ഞാൻ സാധാരണ പോലെ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ചു. പുള്ളിക്കാരൻ നിർത്തുകയും ഞാൻ ബൈക്കിൽ കയറുകയും ചെയ്തു. എനിക്കാണെങ്കിൽ ഹിന്ദി അത്ര വശം ഉണ്ടായിരുന്നില്ല ആ ടൈമിന്. പുള്ളിക്കാണെങ്കിൽ ഹിന്ദി അല്ലാതെ വേറൊരു ഭാഷ അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പോലും ഞാൻ അറിയാവുന്ന ഭാഷയിൽ എന്നുവെച്ചാൽ ആംഗ്യ ഭാഷയിൽ സംസാരിച്ചു. പിന്നീട് ഒരു 30 അല്ലെങ്കിൽ 20 കിലോമീറ്ററോളം പുള്ളിയുടെ ഒപ്പം ശരിയായ വഴി കൂടെ ഞങ്ങൾ പോയി. ഞാൻ പുള്ളിയെ നല്ലപോലെ വിശ്വസിക്കുകയും ചെയ്തു. കാരണം 30-20 കിലോമീറ്ററെങ്കിൽ ലിഫ്റ്റ് കിട്ടിയല്ലോ. അങ്ങനെ എത്തിയുമ്പം പുള്ളിക്കാരൻ ഇടയ്ക്ക് ഒരു ഡീവിയേഷൻ എടുക്കുമ്പോഴും ആ വഴി മാപ്പിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഷോർട്ട് കട്ടാണെന്നും പറഞ്ഞിട്ട്. പോയി അത് വീണ്ടും ഹൈവേ തന്നെ എത്തുകയും ചെയ്തു. പിന്നീടും കുറച്ച് ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഞാൻ പിന്നെ ഫോണൊക്കെ ചാർജ് കുറവായതുകൊണ്ട് ഫോണൊക്കെ മാപ്പൊക്കെ ഓഫാക്കി പോക്കറ്റിട്ട് പുള്ളിയെ നല്ലപോലെ വിശ്വസിച്ച് പുള്ളിയുടെ ബാക്കിൽ തന്നെ ഇരുന്ന് പോവായിരുന്നു. ആ ടൈമിന് പുള്ളി വീണ്ടും ഡീവിയേഷൻ എടുക്കുകയും അതിലെ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പം റോഡൊന്നും കാണാനില്ല. ചുറ്റുമാണേലും ഫുള്ളും വണ്ടികളില്ല, ആൾ താമസമില്ല. ഫോണിൽ നോക്കിയപ്പോൾ റേഞ്ചും പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഭയന്നു. എന്നാൽ പോലും ഒരിതുണ്ടായിരുന്നു എനിക്ക്. ഞാൻ പിന്നെ മിണ്ടാതെ വണ്ടി ബാക്കിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നീട് പയ്യെ പോയിക്കൊണ്ടിരിക്കെ ഇയാൾ വണ്ടി സ്ഥലത്ത് വെച്ച് നിർത്തി. അപ്പോൾ ഞാൻ നല്ലപോലെ പേടിച്ച് എന്താ ചെയ്യേണ്ടതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഇറങ്ങിയ ശേഷം പുള്ളിക്കാരൻ എന്നോട് പൈസ ചോദിച്ചു. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലിഫ്റ്റ് അടിച്ച് പോകുന്നതെന്നും ഒക്കെ ഞാൻ പുള്ളിയോട് പറയുകയും എൻ്റെ പോക്കറ്റൊക്കെ നോക്കിയപ്പോൾ ഒരു രൂപ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ പൈസ വെക്കുന്നതൊക്കെ ഗൂഗിൾ പേ ആയിരുന്നു. പിന്നീട് പുള്ളിക്കാരൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എടുത്തു. പൈസ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചു. പിന്നെ പുള്ളിക്കാരൻ എന്നെ അവിടെ ഇട്ടിട്ട് പോകാൻ നോക്കി. പക്ഷെ അവിടെ എന്നെ പുള്ളിക്കാരൻ ഇട്ടിട്ട് പോയാൽ പിന്നെ ഞാൻ പുറം ലോകം കാണുമെന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ കാല് പിടിച്ച് പറഞ്ഞു, എന്നെ ദയവ് ചെയ്ത് ഇവിടെ ഇട്ടിട്ട് പോവില്ലേ, മെയിൻ റോഡിലാക്കണം, എൻ്റെ ഫോണോ ബാഗോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോളാം ഞാൻ പറഞ്ഞ് കുറേ ഇരുന്ന് കരിഞ്ഞ് കാല് പിടിച്ചു. പിന്നെ എന്തോ മനസ്സലവി തോന്നിയിട്ടാന്ന് തോന്നുന്നു എന്നെ വണ്ടി തിരിച്ച് കയറ്റി. പിന്നെ വീണ്ടും 1 മണിക്കൂറോടെ പുള്ളിയുടെ ഒപ്പം തന്നെ ആയിരുന്നു യാത്ര. ആ ഒരു വഴി കൂടെ തന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു. പിന്നെ 1 മണിക്കൂർ ശേഷം മെയിൻ റോഡ് എത്തിയപ്പോൾ തന്നെ എനിക്ക് പകുതി ജീവൻ തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു. പിന്നീട് എനിക്ക് കുറച്ചും കൂടി ധൈര്യമായി. പിന്നീട് എനിക്കെന്ന് പറഞ്ഞാൽ ഫോണ് കിട്ടണം, ഇയാളുടെ അടുത്ത് നിന്ന് എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമാണ് എൻ്റെ ചിന്ത. പിന്നീട് ഞാൻ ഇങ്ങനെ പോയിക്കെ ഇയാൾ വീണ്ടും ഒരു ഡീവിയേഷൻ എടുക്കാൻ നോക്കി. ആ ടൈമിന് ഞാൻ അയാളുടെ കൈത്ത് ബാക്കിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് ഞാനും അവനും വണ്ടി കൺട്രോൾ വിട്ട് നിലത്ത് വീഴുകയും എനിക്ക് അവൻ്റെ പോക്കറ്റിന് ഫോൺ എടുക്കാൻ വേണ്ടി ശ്രമത്തിലായിരുന്നു ഞാൻ.
ഞങ്ങൾ തമ്മിൽ ഉന്തും തല്ലുമായി. അവൻ എന്നെ കുറേ തല്ലി, കല്ലൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ്. ഞാനാണെ കടന്ന് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി കരിഞ്ഞ്. ആ സമയത്തൊക്കെ ആൾക്കാരും കൂടിയുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാരൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, നോക്കിയിരിക്കുകയായിരുന്നു ചെയ്തത്. എനിക്ക് ഫോൺ എടുക്കണം എന്ന് മാത്രമാണ് എൻ്റെ ചിന്ത. എനിക്ക് ഓരോ തല്ലൊക്കെ കിട്ടി, ഡ്രസ്സിലൊക്കെ ചെളിയായി. പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ കൂടി. ആ ടൈമിന് ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ എൻ്റെ കയ്യിൽ ആക്കി. ഫോൺ എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സമാധാനമായി. അപ്പം അവൻ പിന്നെ പയ്യെ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. പിന്നീട് അവിടുത്തെ ആൾക്കാർ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കി. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ആക്കണ്ട, പക്ഷെ എന്നെ കൊണ്ടാക്കി. അവിടെ എത്തിയപ്പോൾ എനിക്ക് പേടി കൂടുകയായിരുന്നു ചെയ്തത്. കാരണം 18 വയസ്സ് പോലും ആവാത്ത ഞാൻ രാജസ്ഥാനിൽ ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായി എന്ന് പോലീസുകാരൊക്കെ ചോദിച്ച എന്നെ വിട്ട വീട്ടുകാരെ ഇനി കേരളത്തിൽ നിന്ന് ഇവിടെ വരുത്തിക്കുകയോ എന്നൊക്കെ പേടിക്കുകയും അങ്ങനത്തെ ഒക്കെ പേടിയും. പിന്നെ ഈ രാജസ്ഥാനായതുകൊണ്ടും അവരുടെ നാടായതുകൊണ്ടും കേസ് എൻ്റെ മേലിൽ വെക്കുമോ എന്നൊക്കെ പേടിയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ ആ ടൈമിന് വന്നത്. പിന്നെ പോലീസുകാരുമാകുമ്പോൾ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ ജാതി ഏതാ, മതം ഏതാന്നൊക്കെയായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനാണ്, RC എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പിന്നീട് ചോദിച്ചു ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, എന്നെ വെറുതെ വിട്ടാൽ മതി, എന്നെ തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിലാക്കി തന്നാൽ മതി പറഞ്ഞു. പോലീസുകാരൻ പിന്നെ ഒരു ഓട്ടോ പിടിച്ച് തന്ന് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി. റെയിൽവേ സ്റ്റേഷനിലെത്തി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. നടന്ന സംഭവമൊക്കെ ഒരു ട്രോമ പോലെയായിരുന്നു എനിക്ക് കുറച്ച് നേരത്തേക്ക്. എനിക്ക് വീട്ടിലേക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ വീട്ടുകാരെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ തിരിച്ചു വരാനേ പറയുണ്ടായിരുന്നുള്ളൂ. എനിക്ക് രാത്രി അവസാനിച്ച് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ച ആ ടൈമിൽ എന്ന് വെച്ചാൽ മഞ്ഞ്, മരുഭൂമി, താജ്മഹൽ ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. ഇത് മൂന്നും ഞാൻ ആ ടൈമിന് കണ്ടുപോലുണ്ടായിരുന്നില്ല. ഇതൊക്കെ കാണാൻ വേണ്ടിയും പിന്നെ എൻ്റെ യാത്ര തുടരാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പക്ഷെ കുറച്ച് നാളത്തേക്ക് ഞാൻ ലിഫ്റ്റ് അടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നാളത്തോടെ ഞാൻ രാജസ്ഥാനും ആഗ്രയും ഡൽഹിയൊക്കെ കണ്ടു കറങ്ങി. പിന്നെ ഞാൻ ഹിമാചൽ എത്തിയപ്പോഴായിരുന്നു ലിഫ്റ്റ് അടിക്കാനൊക്കെ തുടങ്ങിയത്. അതുപോലെ തന്നെ ഈ യാത്ര തന്നെയായിരുന്നു എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായത്. ഹിമാചൽ തന്നെ ഫേമസ് ആയ ഒരു ട്രെക്കിംഗ് ഉണ്ട്, കീർഗംഗ എന്ന് പറഞ്ഞ ട്രെക്ക്. ഏകദേശം 16 കിലോമീറ്ററാണ് ആ ട്രെക്കിന് ഡ്യൂറേഷൻ വരുന്നത്. 2 ദിവസം കൊണ്ട് കയറി ഇറങ്ങാം. ഞാൻ ആ ട്രെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ പാക്കേജ് നോക്കി, 1000 രൂപയ്ക്ക് പാക്കേജ് കണ്ടു. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും സ്റ്റേ എടുക്കും. ഞാനത് എടുക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾ 9 പേരുടെ ഗ്രൂപ്പായിരുന്നത്. ഈ 9 പേരിൽ 8 പേര് ഒരു ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഈ 8 പേരെ ഗ്രൂപ്പ് ഗൈഡ് വേണ്ട പറഞ്ഞപ്പോൾ പിന്നെ ഗൈഡ് വന്നില്ല. പിന്നെ ഈ 9 പേരോടൊപ്പം ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് എനിക്കാണ് ഫസ്റ്റ് ടൈം ട്രെക്ക് ആയതുകൊണ്ട് തന്നെ എനിക്ക് നടക്കാനും കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര കിതപ്പൊക്കെ ആയിരുന്നു. പിന്നീട് ഈ 9 പേരിൽ 8 പേര് അങ്ങ് സ്പീഡിൽ പോയി. ഞാൻ പയ്യെ നിന്ന് വരുമായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. പക്ഷേ ട്രയൽ ഉണ്ട്, പക്ഷെ ഭയങ്കര പ്രയാസമായിരുന്നു. കയറ്റവും ഇറക്കമൊക്കെ ആയതുകൊണ്ട് കയറാനും ഇറങ്ങാനൊക്കെ. ഞാൻ പയ്യെ നടന്ന് ഒരു 6-7 മണിക്കൂർ എടുത്ത് മേളിലെത്തിയപ്പോൾ തന്നെ എൻ്റെ കൈയും കാലൊക്കെ കൊഴിഞ്ഞ് മസിൽ പെയിനൊക്കെ ആയിരുന്നു എനിക്ക്. ഞാൻ പിന്നെ വൈകിട്ടത്തെ ഡിന്നറും കഴിച്ച് ടെൻറ്റിൽ കടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി. രാവിലെ എണീറ്റ് അയ്യോ തിരിച്ചിറങ്ങാനല്ലോ ഓർത്തിട്ട് എനിക്കൊരു പേടിയും ടെൻഷനൊക്കെ ആയിരുന്നു. എന്നാൽ പോലും ഏകദേശം എൻ്റെ 5-6 മണിക്കൂർ എടുത്ത് തിരിച്ചിറങ്ങിയ ശേഷം എനിക്കൊരു കോൺഫിഡൻസ് വന്നു. എനിക്ക് ഇനിയും ട്രെക്ക് ചെയ്യാൻ പറ്റുമെന്നും കുറേ മലകളൊക്കെ കീഴടക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് വന്നു. ഈ 50 ദിവസത്തെ യാത്രയാണ് എനിക്ക് കുറേ കാര്യം എനിക്ക് പഠിപ്പിച്ചു തന്നത്. എന്താണ് യാത്ര എന്നും, യാത്ര എന്ന് പറയുന്നത് സ്ഥലം കാണുക മാത്രമല്ല എന്നും, നമ്മൾ പോകുന്ന സ്ഥലത്തെ ആൾക്കാരെ കാണുന്നതും അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കുന്നതും അവിടുത്തെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എന്ന് യാത്ര എന്ന് മനസ്സിലാക്കിയത് ആ ഒരു നിമിഷമായിരുന്നു. പിന്നീട് എൻ്റെ ഒരു വലിയ യാത്ര തന്നെ ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും നേപ്പാളും ഭൂട്ടാനും എന്നീ പറഞ്ഞ സ്ഥലങ്ങളിലൂടെയൊക്കെ. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ യാത്ര കോഴിക്കോട് നിന്ന് തുടങ്ങി. രാവിലെ ഞാൻ എണീറ്റ് ബാഗൊക്കെ ഇന്നലെ രാത്രി തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം എൻ്റെ കയ്യിൽ ടെൻറ്റും ഉണ്ടായിരുന്നു. രാവിലെ എണീറ്റ് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ച് പപ്പ എന്നെ സ്കൂട്ടർ കയറ്റി വീടിന് തൊട്ടത്തിലെ ഹൈവേ കൊണ്ടാക്കി. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ബാംഗ്ലൂർ ആയിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ രാത്രി ആവുമ്പോഴേക്ക് ബാംഗ്ലൂർ എത്തുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മാർച്ച് 28-നായിരുന്നു എൻ്റെ യാത്ര ഞാൻ ആരംഭിച്ചത്. അന്ന് രാവിലെ ഒരു ലിഫ്റ്റ് കിട്ടി. ഒരു ജീപ്പിലാണ് എനിക്ക് ഫസ്റ്റ് ലിഫ്റ്റ് കിട്ടിയത്. അത് വയനാട് വരെ ഉണ്ടായിരുന്നു ആ വണ്ടി. വയനാട് വരെ ലിഫ്റ്റ് കിട്ടിയ ശേഷം വയനാട് ഇറങ്ങിയും പിന്നെ ഞാൻ ലിഫ്റ്റ് കിട്ടുന്ന ഒരു ലോറിക്കായിരുന്നു. ആ ലോറിയും ഒരു ഹിന്ദിക്കാരൻ ലോറി ആയിരുന്നു. അത് പുള്ളിക്കാരന് മൈസൂരായിരുന്നു പോകണ്ടേ, വഴി അറിയില്ലായിരുന്നു.
എനിക്കും വഴി അറിയില്ല. പക്ഷെ ഞാൻ മാപ്പ് നോക്കിയിട്ടാണെങ്കിൽ വഴി പറഞ്ഞു കൊടുത്ത് മൈസൂർ വരെ എത്തി. മൈസൂരിൽ നിന്ന് പിന്നെ എനിക്ക് ബാംഗ്ലൂർ. മൈസൂർ എന്തായാലും വന്നാണല്ലോ, നമ്മൾ മൈസൂർ പാലസ് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പാലസ് കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നേരെ ബാംഗ്ലൂരിൽ പോകുമ്പോൾ എനിക്ക് കിട്ടിയത് ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. ബാംഗ്ലൂർ ഞാൻ ഇതിനു മുമ്പ് വന്നതുകൊണ്ടും അവിടുത്തെ സ്ഥലങ്ങൾ കവർ ചെയ്തതുകൊണ്ടും അവിടെ ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഹൈദരാബാദായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ രാത്രിയിൽ ട്രെയിൻ കയറി ഹൈദരാബാദിലോട്ട്. ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ബാംഗ്ലൂരിൽ നിന്നാണ് ട്രെയിൻ തുടങ്ങുന്നതെങ്കിലും ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു. ഞാൻ പക്ഷെ എങ്ങനെയൊക്കെയോ അകത്ത് വലിഞ്ഞ് കയറി ഈ ബാഗ് വെക്കുന്ന റാക്കൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ഈ ട്രെയിനിൻ്റെ അവിടെ ഞാൻ കുറച്ച് സ്ഥലം ഉണ്ടാക്കി ഞാൻ അവിടെ കയറി കടന്ന്. ഞാൻ പിന്നെ അവിടെ നിന്ന് എണീറ്റേ ഇല്ല. അവരെന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ബാഗ് വെക്കുന്ന സ്ഥലമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ. ഞാൻ ഒന്നും മിണ്ടാകുന്നത് ഞാൻ അവിടെ തന്നെ കടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഹൈദരാബാദ് എത്തി. ഹൈദരാബാദ് എനിക്ക് മെയിനായിട്ട് കണ്ട് ചാർമിനാറായിരുന്നു. എത്രയോ സിനിമകളിൽ കണ്ടു മറന്ന സ്ഥലമായിരുന്നു അത്. അവിടെ പോയി ചാർമിനാറും അവിടുത്തെ ഇറാനി ചായയും ഒസ്മാനിയ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് എൻ്റെ ലൈഫിൽ ഞാൻ കുടിച്ചതിലേറ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ചായ എന്ന് ഏതാ ചോദിച്ചാൽ മറ്റേ ഇറാനി ചായ എന്ന് ഞാൻ പറയുള്ളൂ. ആ ചായയൊക്കെ കുടിച്ച് 2-ാം ദിവസം ജസ്റ്റ് ഹൈദരാബാദ് സിറ്റിയൊക്കെ കണ്ട് പിന്നെ 3-ാം ദിവസം എൻ്റെ ലക്ഷ്യം വിശാഖപട്ടണമായിരുന്നു. ഹൈദരാബാദിൽ നിന്ന് വിശാഖപട്ടണം ഞാൻ ലിഫ്റ്റ് അടിച്ച് പകുതി ദൂരം വരെ എത്തി. ഇനിയും 200 കിലോമീറ്റർ കഴിഞ്ഞാൽ വിജയവാഡയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും വിശാഖപട്ടണം എത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ വിജയവാഡയെങ്കിലും ഇന്ന് എത്തണം എന്നായിരുന്നു എൻ്റെ ലക്ഷ്യം. ലിഫ്റ്റ് അടിക്കുമ്പോൾ ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി കണ്ടു. ഞാൻ കൈ കാണിക്കുകയും ആ ലോറി നിർത്തുകയും ചെയ്തു. കയറിയപ്പോഴോ ഒരു മലയാളി, ഒരു എറണാകുളംകാരനായിരുന്നു ആ മലയാളി ചേട്ടൻ. ആ ചേട്ടനാണല്ലോ ഹൈദരാബാദിൽ നിന്ന് വിജയവാഡയിലെ ഫ്ലിപ്കാർട്ടിൻ്റെ വെയർഹൗസിലോട്ടായിരുന്നു വണ്ടി ലോഡും പോകുന്നത്. അപ്പം ഞാൻ ചേട്ടൻ്റെ ഒപ്പം തന്നെ കൂടി വിജയവാഡ എത്തി. രാത്രിത്തെ ബിരിയാണി ആ ചേട്ടൻ മേടിച്ചു തന്നു. ഫ്ലിപ്കാർട്ടിൻ്റെ വെയർഹൗസിൽ എത്തുകയും ലോഡ് ഇറക്കുകയും ഞങ്ങൾ അവിടെ തന്നെ കടന്നുറങ്ങുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ ചേട്ടൻ്റെ 4 വയസ്സിലെ കൊച്ചും ഭാര്യയായിട്ട് പരിചയപ്പെടാനും വീഡിയോ കോളിൽ സംസാരിക്കാനും അവരായിട്ട് നല്ലൊരു ബോണ്ട് ഉണ്ടാക്കാനും എന്നെ കൊണ്ട് പറ്റി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ വിജയവാഡയിൽ നിന്ന് വിശാഖപട്ടണത്തിലോട്ടുള്ള എൻ്റെ യാത്ര തുടങ്ങി. ലിഫ്റ്റ് അടിച്ച് പകുതി ദൂരം വരെ എത്തി. പിന്നീട് ഒരു UP വണ്ടി ഇരുന്ന് കണ്ട് ഞാൻ സാധാ പോലെ കൈ കാണിച്ച് ആ വണ്ടി കയറി. പക്ഷെ എനിക്ക് കയറാറ് പേടിയുണ്ടായിരുന്നു, കാരണം അവരുടെ നോട്ടൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ കയറി കുറേ ദൂരം യാത്ര ചെയ്ത് പിന്നീട് ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പം ബാഗ് എനിക്ക് വണ്ടി വെച്ചിട്ട് പോയി കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പേടിച്ചിട്ട് ബാഗും എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ പോയി ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പം എൻ്റെ പൈസയും അവർ കൊടുത്ത്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി പാവങ്ങളായിരുന്നെന്ന്. പിന്നീടും എനിക്ക് തോന്നുന്നു 100 കിലോമീറ്ററോളം ഞാൻ അവരുടെ ഒപ്പം തന്നെയായിരുന്നു യാത്ര. അങ്ങനെ അവസാനം വിശാഖപട്ടണത്തിൽ ഞാൻ എത്തി. വൈകുന്നേരം ഒരു 5 മണി 6 മണി ആയിരുന്നു ഞാൻ വിശാഖപട്ടണം എത്തിയത്. അപ്പോൾ വിശാഖപട്ടണം എത്തിയപ്പം എനിക്ക് പോകേണ്ടത് സബ്മറീൻ കാണാനായിരുന്നു, ബീച്ചും അവിടുത്തെ സബ്മറീനും. ഞാൻ എൻ്റെ യാത്ര അങ്ങോട്ടേക്ക് തുടങ്ങി. ഞാൻ കുറച്ച് നടന്നപ്പോൾ എൻ്റെ ബാഗ് കണ്ടിട്ട് ഞാൻ തോന്നുന്നു ഒരു ബൈക്കാരൻ വന്ന് എന്നോട് ചോദിച്ചു, ആരാ എവിടുത്താരനൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാണ്, യാത്ര ചെയ്യാന്ന് പറഞ്ഞു. അപ്പം എങ്ങോട്ടാണ് പോകേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സബ്മറീനാന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ കയറി. പുള്ളിക്കാരൻ എന്താക്കി എന്നെ സബ്മറീൻ വരെ കൊണ്ടാക്കി തന്നു. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ഫോൺ നമ്പറും എനിക്ക് തന്നിട്ട് പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ ഇവിടുത്തെ നാട്ടുകാരനാണ് ഒക്കെ പറഞ്ഞ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. വിശാഖപട്ടണത്ത് വന്ന് കാല് കുത്തിയപ്പോൾ എനിക്ക് നല്ല അനുഭവം ഉണ്ടായത്. ഞാൻ പിന്നെ സബ്മറീൻ കാണാൻ പോയി. സബ്മറീൻ എനിക്ക് തോന്നുന്നു ഒരു 80 രൂപ കണ്ടാണ് ടിക്കറ്റ് റേറ്റ് എനിക്ക് തോന്നുന്നു. ടിക്കറ്റ് മേടിച്ചു. ഞാൻ സബ്മറീൻ്റെ അകത്ത് കയറി. അതിൻ്റെ അകത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു പുറത്തിറങ്ങി. പിന്നീട് ഫുഡ് കഴിക്കാനായിരുന്നു അടുത്തത്. ബീച്ച് സൈഡ് ആയതുകൊണ്ടും അത്യാവശ്യം ടൂറിസ്റ്റ് ഒക്കെ സ്ഥലം ആയതുകൊണ്ടും ഫുഡിനൊക്കെ അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അപ്പം എനിക്ക് കഴിക്കാനും മടിയായിരുന്നു, അത്യാവശ്യം റേറ്റ് എല്ലാം തന്നെ. ഞാൻ പിന്നെ ടെൻ്റൊക്കെ അടിക്കാനുള്ള ഒരു പ്ലാനിലിരിക്കുക. ഞാൻ പിന്നെ ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തൊരു 5 സ്റ്റാർ അല്ലെങ്കിൽ 3 സ്റ്റാർ ഹോട്ടൽ ഞാൻ കണ്ടു. ഞാൻ ആ ഹോട്ടലിലോട്ട് ബാത്റൂം യൂസ് ചെയ്യാൻ വേണ്ടി നടന്നു കയറി. അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോഴും എന്തോ ഒരു കല്യാണം പോലത്തെ ചെറിയ പരിപാടി. എനിക്ക് തോന്നുന്നത് 60-70 പേരെ ഉണ്ടാവുള്ളൂ. ഫുഡും ഉണ്ടായിരുന്നു. ഫുഡിനാണെങ്കിൽ പുറത്ത് ഭയങ്കര പൈസ. ഞാൻ എന്താക്കി, 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം ആ പരിപാടി വന്ന് സാധാരണക്കാരനെ പോലെ ബാഗ് ഞാനോട് ഷോപ്പിൽ വെച്ചിട്ട് ആ പരിപാടി വന്ന് കൂടി. അതിനുശേഷം ഫുഡ് കൊടുക്കാൻ നേരത്ത് ഫുഡും കഴിച്ച്. വെജിറ്റബിൾ ആണെങ്കിൽ പോലും നല്ല അടിപൊളി ഫുഡായിരുന്നത്. പിന്നീട് ഞാൻ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ബീച്ചിനവിടെ വന്ന് ടെൻ്റ് അടിച്ച് കടന്നുറങ്ങാനുള്ള പ്ലാനിൽ ഇങ്ങനെ ടെൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ ടെൻറ്റിനകത്ത് കയറി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വേർത്ത് കുളിക്കുക. ഭയങ്കര ആവി ടെൻറ്റിൽ. ടെൻറ്റ് തുറന്നിടുകയാണെങ്കിലോ ആരെങ്കിലും ഒക്കെ ബാഗ് ഇട്ടുകൊണ്ട് പോവുക, അങ്ങനത്തെ പേടി. പിന്നീട് ഉറങ്ങാനും പറ്റുന്നില്ല, ഒടുക്കത്തെ ചൂടും ഇതൊക്കെ ആയിട്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പം ആരോ വന്ന് കുട്ടുന്നുണ്ട്. ഞാൻ എണീറ്റ് നോക്കിയപ്പം 2 പോലീസുകാരായിരുന്നത്. അപ്പോൾ അവർ ചോദിച്ചു ആരായി എന്താ ഇങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊരു ടൂറിസ്റ്റാണ്, കേരളത്തിൽ നിന്ന് വരിക,
യാത്ര ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കൊരു ഇതുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ID പ്രൂഫ് ചോദിച്ചു, എൻ്റെ ആധാർ കാർഡ് കാണിച്ചു കൊടുത്ത് ഇവർ നോക്കി ഫോട്ടോ ഒക്കെ എടുത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാൻ പേടിച്ചെന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ കിടക്കാൻ നോക്കി, എന്നാലും ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. എൻ്റെ ഭയങ്കര ചൂടായിരുന്നു. സൂര്യൻ വന്നപ്പോൾ ഞാൻ എണീറ്റ്, ഇരുട്ട് പോയി, സൂര്യൻ വന്ന് ഞാൻ ടെൻ്റൊക്കെ മടക്കി. അവിടെ ഒരു സ്ട്രീറ്റ് കച്ചവടം തുറക്കുമായിരുന്നു. ഞാൻ പിന്നെ ഒരു അമ്മയായിരുന്നു അത് വിൽക്കുന്നത്. അവിടെ പോയി ആ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു റാഗി മേടിച്ച് കുടിച്ചു, 20 രൂപയുടെ ഒരു റാഗി. അതും കുടിച്ച് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമായിരുന്നു എൻ്റെ അടുത്ത ലക്ഷ്യം. അപ്പോൾ ആ അമ്മ തന്നെ പറഞ്ഞ് ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയില്ലേ, ഒരു 5 കിലോമീറ്റർ പോയാൽ ഒരു 5 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലമുണ്ട്, ഈ ആന്ധ്ര ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് ലിഫ്റ്റ് അടിച്ചു പോയി. അമ്മ മെസ് എന്നായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ എത്തി. അപ്പോഴേക്ക് അത് തുറക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ അവർക്ക് വെയിറ്റ് ചെയ്ത് കാത്തു നിന്ന് തുറന്ന് 5 രൂപ കൊടുത്ത് ബില്ലും കിട്ടി. ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയായിരുന്നു. വലിയ ടേസ്റ്റൊന്നും ഇല്ല, പക്ഷെ വിശപ്പ് മാറി കിട്ടി. എൻ്റെ അടുത്ത രാത്രി വന്നത് ഒഡീഷയായിരുന്നു. ഒഡീഷയിലെ പൂരി ബീച്ചും ഭുവനേശ്വർ ടെമ്പിളൊക്കെ കാണുന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ 2 ദിവസം ഞാൻ മര്യാദക്ക് ഉറങ്ങിയില്ല. എനിക്കാണ് നടക്കാനും പറ്റുന്നില്ല, ലിഫ്റ്റ് അടിക്കാനും പറ്റുന്നില്ല. പകുതി ദൂരം വരെ എത്തിയപ്പോഴേക്കും ഒരു തലകറക്കൊക്കെ പോലെ തോന്നി. ഞാൻ പിന്നെ തൊട്ടടുത്ത് ഒരു ലോക്കൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ അവിടെ പോയിരുന്നു. പിന്നെ ഏതോ ഒരു ലോക്കൽ ട്രെയിൻ വരുന്ന കണ്ട്, ഫുൾ കാലി. ഞാൻ ആ ട്രെയിനിൽ കയറിയിരുന്നപ്പോൾ ആ ട്രെയിനിൽ ടിക്കറ്റ് പോലും എടുക്കാതെ ഞാൻ കയറിയത്. കാരണം ഒരു ഇതുണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ ട്രെയിൻ എങ്ങോട്ടാന്ന് വെച്ചാൽ പോർട്ട് വെച്ചാൽ അങ്ങനെ കയറിയപ്പം അത് ഒഡീഷയിലോട്ടുള്ള ട്രെയിനായിരുന്നു. എനിക്ക് തോന്നുന്നൊരു അരമണിക്കൂർ ട്രെയിനിൽ ഇരുന്ന് കാണുള്ളൂ. അങ്ങനെ ഞാൻ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഒഡീഷയിൽ ഞാൻ പിന്നെ കറങ്ങാനൊരു മൂഡ് ഉണ്ടായിരുന്നില്ല എനിക്ക്. രാത്രിയായിരുന്നു. എനിക്കങ്ങനെ ഉറങ്ങണം എന്നൊരൊറ്റ ചിന്താഗതിയായിരുന്നു. നോക്കുമ്പോൾ ഞാൻ ഇറങ്ങിയ സ്റ്റേഷനിൽ തന്നെ കൊൽക്കട്ടയിലോട്ടൊരു ട്രെയിൻ ഉണ്ട്. എന്നാൽ പിന്നെ കൊൽക്കട്ട സിറ്റി തന്നെ കാണാം, ബീച്ചൊക്കെ ഇനി എന്ത് കാണാമെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ ജനറൽ ടിക്കറ്റ് എടുത്ത് കൊൽക്കട്ടയിലോട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രെയിൻ കയറി കൊൽക്കട്ടയിൽ ഞാൻ പിറ്റേ ദിവസം രാവിലെ എത്തി. കൊൽക്കട്ട സിറ്റി ഞാൻ കുറേ സിനിമകളിലും ലൈഫ് ഓഫ് റാം സോങ്ങിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കൊൽക്കട്ട സിറ്റി കാണുന്ന എൻ്റെ വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു. കൊൽക്കട്ടയിൽ എല്ലാവരും പോകുന്ന പോലെ തന്നെ വിക്ടോറിയ മെമ്മോറിയൽ, പിന്നെ കൊൽക്കട്ടയിൽ മാത്രമല്ല ട്രാം, പിന്നെ ഹൗറ ബ്രിഡ്ജ്, അവിടുത്തെ ഗംഗാരതി നടക്കുന്ന സ്പോട്ട്, അതെല്ലാം ഞാൻ നടന്നായിരുന്നു എക്സ്പ്ലോർ ചെയ്തത്. അവിടെ ലിഫ്റ്റ് അടിക്കൽ ഭയങ്കര പ്രയാസമായിരുന്നു. പക്ഷേ സ്ഥലങ്ങളൊക്കെ അടുത്തടുത്ത് ആയതുകൊണ്ട് നടന്ന് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത്. പിന്നെ എത്രയോ വർഷം പഴക്കമുള്ള ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് വെച്ചാൽ സത്യജിത് റേ വരെ അവിടെ പോയിരുന്ന സിനിമകൾ എഴുതിണ്ടെന്ന് അറിയുന്ന ഇന്ത്യൻ കോഫി ഹൗസ്, അവിടുത്തെ ബുക്ക് സ്ട്രീറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നല്ലൊരു സിറ്റി തന്നെയായിരുന്നു കൊൽക്കട്ട. പിന്നീട് എനിക്ക് അടുത്ത രാത്രി ഞാൻ നോർത്ത് ഈസ്റ്റ് പോകാനായിരുന്നു. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നോർത്ത് ഈസ്റ്റ് സേഫ് അല്ല, ഒറ്റയ്ക്ക് പോകുന്നത് സേഫ് അല്ല, ഈ മണിപ്പൂർത്തെ കലാപമൊക്കെ കേട്ടിട്ട്. എനിക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ ഇപ്പം എന്താക്കി, ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ട് എൻ്റെ ഒപ്പം നോർത്ത് ഈസ്റ്റിലോട്ട് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുന്നു പറഞ്ഞിട്ട്. സ്റ്റോറി കണ്ടിട്ട് എനിക്ക് കുറേ ഇൻബോക്സ് വന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പയ്യൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, 20 വയസ്സുള്ള ഒരു കൊല്ലംകാരൻ. അവൻ്റെ പേര് ജ്യോതിഷ് എന്നായിരുന്നു. അവൻ എൻ്റെ ഒപ്പം യാത്ര ചെയ്തോട്ടെ ചോദിച്ചു. അവൻ നേപ്പാളിലായിരുന്നു, ഞാൻ കൊൽക്കട്ടയിലും. അപ്പം ഞങ്ങൾ തമ്മിൽ ഫോണിൽ സംസാരിച്ച് പറഞ്ഞ് നമുക്ക് ന്യൂ ജൽപൈഗുരി സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് രാത്രി തുടങ്ങാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി. രാത്രിയായിരുന്നു ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്ന സമയം. ഞങ്ങൾക്ക് ലിഫ്റ്റ് അടിക്കാൻ നോക്കി ഞങ്ങൾ ഗുവാഹട്ടിയിലോട്ട്, ആസാമിലെ തലസ്ഥാനമായ ഗുവാഹട്ടിയിലോട്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ 2 പേരുണ്ടല്ലോ. ഞങ്ങൾ അങ്ങനെ കുറച്ച് നടന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ വീണ്ടും ഒരു ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടെ പോകുമായിരുന്നു ഞങ്ങൾ. അപ്പോൾ നോക്കുമ്പോൾ ഒരു വെളിച്ചൊക്കെ ഒരു വീട് ഉണ്ട്. അങ്ങോട്ട് വെറുതെ പോയി നോക്കിയപ്പോൾ അതൊരു കല്യാണ വീടായിരുന്നു. അപ്പോൾ ഞാനോട് പറഞ്ഞു, നമുക്ക് വാ, കല്യാണ വീടല്ലേ, ഫുഡ് ഫ്രീ ആയിട്ട് കിട്ടും, അവിടെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അവന് ചെറിയൊരു മടി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അകത്ത് കയറി. അപ്പം തന്നെ അടുത്ത ആൾക്കാർ ഞങ്ങളോട് വന്ന് ചോദിച്ചു, കാരണം ഞങ്ങളുടെ ബാഗും ഇതൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര അവർ ഞങ്ങളെ നല്ല രീതിയിൽ ഞങ്ങളെ സൽക്കരിച്ചു. അവർ കല്യാണ പയ്യന്ന് കേരളത്തിലാണ് ജോലി ചെയ്യുന്നത്. കേരളത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് അവന് അവിടെ പെണ്ണ് കിട്ടിയെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര അതിശയമൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര വീണ്ടും തുടങ്ങി. ഞങ്ങൾ അവിടെ തൊട്ടടുത്തല്ലൊരു പെട്രോൾ പമ്പിൽ ക്യാമ്പ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഗുവാഹട്ടിയിലോട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. പകുതി വരെ ഞങ്ങൾ എത്തി. പിന്നെ ഇവിടെ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി വരുന്ന ഞാൻ വീണ്ടും കണ്ടു. ഞാൻ കടന്ന് ഒച്ച വെച്ച്, എൻ്റെ ഒച്ചവിളി കേട്ടിട്ട് ആ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി നിർത്തി. പുള്ളിക്കാരൻ തമിഴ്നാട്ടിൽ സേലത്ത് നിന്ന് ഗുവാഹട്ടി വരെ പോവായിരുന്നു. രാത്രിയൊക്കെ ഞങ്ങൾ ലോറി തന്നെയായിരുന്നു. ഞങ്ങൾ കുറച്ച് 2-3 മണിക്കൂർ ഞങ്ങൾ ലോറി തന്നെ കടന്നുറങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. തമിഴ് സിനിമ കൈദിത്തെ ലോറിയും കൂടി ആയതുകൊണ്ട് എനിക്ക് കൈദി സിനിമയത്തെ റെഫറൻസ് ഒക്കെ ആയിരുന്നു എനിക്ക് ആ ലോറി പോകുമ്പോൾ എനിക്ക് കിട്ടിയത്. പിന്നെ ഞങ്ങൾ ഗുവാഹട്ടി എത്തിയപ്പം ഞങ്ങളുടെ പ്ലാൻ വന്ന് ടവാങ് പോകാനായിരുന്നു ഫസ്റ്റ്.
അപ്പോൾ ടവാങ് പോകുന്ന വഴിക്കായിരുന്നു കസിരംഗ നാഷണൽ പാർക്ക്. എൻ്റെ ഒരു ഫ്രണ്ട് കസിരംഗ നാഷണൽ പാർക്ക് എന്തായാലും കാണണം, മിസ്സായില്ലെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കസിരംഗ നാഷണൽ പാർക്കിൽ പോയി. അവിടുത്തെ സ്പെഷ്യാലിറ്റി വരുന്നത് 1 ഹോൺഡ് റൈനോ ആയിരുന്നു. 1 ഹോൺഡ് റൈനോ നമുക്ക് ജീപ്പ് സഫാരി കൂടെ കാണാം. ഈ ആഫ്രിക്കയിലൊക്കെ ഉള്ള ജീപ്പ് സഫാരിയുടെ ഒരു മിനി വെർഷൻ. ഒരാൾക്ക് 720 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. പൈസ മുടക്കുന്നതിന് എനിക്ക് മടിയുണ്ടായിരുന്നു, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്തായാലും പൈസ കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ടിക്കറ്റ് എടുത്ത് ആ സഫാരി തുടങ്ങി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3-4 മണിക്കൂർ ഞങ്ങൾ കാട്ടിക്കൂടെ 1 ഹോൺ റൈനോയും ആനയും അതുപോലെ ചെറിയ പുഴയും മയിലും കുറേ മൃഗങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ പോയി. പുലിനെ ഭാഗ്യമുണ്ടേ കാണാൻ പറ്റുമെന്ന് ഞങ്ങളോട് പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല, പുലിയെ കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ടവാങ്ങിലോട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. ഞങ്ങൾ ടെസ്പൂർ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ രാത്രിയായി. ഇനിയിപ്പോൾ രാത്രി നടക്കില്ല. അവിടെ ഞങ്ങൾ ഒരു പമ്പയിൽ ക്യാമ്പ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ടവാങ്ങിലോട്ട് ലിഫ്റ്റ് അടിക്കാൻ നോക്കി. ഏകദേശം 600 കിലോമീറ്ററോളം ഉണ്ട് ടവാങ്. അപ്പോൾ ഒരു കാറ് വരുന്നത് കണ്ട് ഞാൻ വെറുതെ കൈ കാണിച്ചതായിരുന്നു, സത്യം പറഞ്ഞാൽ നിർത്തുന്ന പ്രതീക്ഷിച്ചു പോലില്ല. പക്ഷെ ആ കാറ് നിർത്തി. അത് ഒരു ഫാമിലി ആയിരുന്നു, ഒരു ഹസ്ബൻഡും വൈഫും ഒരു 6 വയസ്സിലെ കൊച്ചും. അവർ ഞങ്ങളെ കയറ്റി. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത എന്താ വെച്ചാൽ അവർ കപ്പിൾ ഫാമിലിയും പോകുന്നിടത്ത് ഞങ്ങൾ രണ്ടുപേരും എന്ത് വിശ്വാസത്തിലാണ് കയറ്റിയെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. അവരും ടവാങ്ങിലോട്ടായിരുന്നു. അപ്പോൾ അവരോടൊപ്പം ഞങ്ങൾക്ക് ടവാങ് എത്താൻ സാധിച്ചു. ഏകദേശം 600 കിലോമീറ്റർ ഞങ്ങൾക്ക് ലിഫ്റ്റ് കിട്ടിയത്. അവരും ടവാങ് ചുറ്റി കാണാൻ വന്നുകൊണ്ടും ഞങ്ങളുടെ കയ്യിലും വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ അവരുടെ ഒപ്പം തന്നെ ടവാങ് കാണാൻ റെഡിയായി. ടവാങ്കിലെ തന്നെ മൊണാസ്ട്രി ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ മൊണാസ്ട്രി ആയിരുന്നു ടവാങ്ങിലത്തെ മൊണാസ്ട്രി. ആ മൊണാസ്ട്രി ഒക്കെ കണ്ട് അടുത്ത പരിസരമൊക്കെ കണ്ട് പിന്നീട് ഞങ്ങൾ പോയത് ഇന്ത്യ ചൈന ബോർഡറിലായിരുന്നു, ബുംല പാസ് എന്ന് പറയും. ഈ ഫാമിലി ഞങ്ങളുടെ ഒപ്പം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ബോർഡർ കാണാൻ സാധിച്ചത്. കാരണം ആ ബോർഡറിൽ പോകാനാണെങ്കിൽ പെർമിറ്റ് വേണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി വേണം, അല്ലെങ്കിൽ ടാക്സി വേണം. അല്ലാതെ ലിഫ്റ്റ് അടിച്ചൊന്നും ആ ബോർഡർ ഏരിയയിലോട്ട് പോകാനേ പറ്റൂല. ഹൈലി സെക്യൂർഡ് ആണ് ആ ഏരിയ. അങ്ങനെ ഞങ്ങൾ ഇവരുടെ ഒപ്പം പോയി ആ ബോർഡർ ഏരിയ എത്തി. ആ ഒരു ബോർഡർ ഏരിയ നല്ലൊരു അടിപൊളി സ്പോട്ടായിരുന്നു. ഫുള്ളും സ്നോ കൊണ്ട് കവർ ചെയ്ത മൗണ്ടൻസും. ഞങ്ങൾ പോയി ഒരു 1/2 മണിക്കൂറിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള സ്നോഫോളും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് സ്നോഫോൾ കാണുന്നത് അവിടെ നിന്നായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ചൈനയും കണ്ടു. ഓവർ വീഡിയോസ് ഒന്നും അവിടെ നിന്ന് എടുക്കാൻ അവിടുത്തെ ആർമിക്കാർ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങൾ ഇവരുടെ ഒപ്പം തന്നെ ഞങ്ങൾ ടവാങ്ങിൽ നിന്ന് നേരെ ആസാം എത്തുകയും ആ ഫാമിലി ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു. ആ ഫാമിലിയോട് എനിക്ക് തീർത്ത പറയാത്തത്രയും കടമുണ്ട്. കാരണം ഞങ്ങൾക്ക് 3-4 ദിവസത്തേക്കുള്ള താമസവും ഭക്ഷണവും വണ്ടിയും ഒക്കെ ഇവർ കാരണം ഞങ്ങൾക്ക് ലാഭമായത്. എത്രയോ പൈസ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് ഫുഡ് മേടിച്ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഞങ്ങളുടെ സ്പോട്ട് എന്ന് പറയുന്നത് മെച്ചുക്കെ പോകാനായിരുന്നു പ്ലാൻ.